إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അത് കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതിൽ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ട നിസ്കാരം, നോമ്പ് തുടങ്ങി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്യാവശ്യ കർമ്മശാസ്ത്ര വിധികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഈ ക്ലാസ്സുകളിലൂടെ പരാമർശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മെൻസസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. സ്ത്രീകൾക്ക് പഴയ കാലഘട്ടങ്ങളിൽ അപൂർവമായി സംഭവിക്കാറുണ്ടായിരുന്ന ചില രക്തവരവിൻ്റെ സമയവ്യത്യാസങ്ങളും മറ്റുമൊക്കെ ഇന്ന് മനുഷ്യൻ്റെ കാലാവസ്ഥയുടെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ വ്യതിയാനം കൊണ്ട് പല രൂപത്തിലും പല കണക്കിലുമായി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട മസലകൾ കൃത്യമായി പഠിച്ചിരിക്കുക എന്നത് സ്ത്രീകൾക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും അത് മറ്റുള്ളവർക്ക് കാണുവാനോ അറിയുവാനോ സാധിക്കാത്തത് കൊണ്ട് ഒരു കാര്യം കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൃത്യമായി ഓരോരുത്തരും ബോധവാന്മാരായിരിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ അതിനില്ല. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് സഹോദരിമാരെ ഉണർത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈദ്, നിഫാസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇസ്തിഹാദത്ത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സംഭവിക്കുന്നത്. ഹൈദ് എന്ന് പറഞ്ഞാൽ 9 വയസ്സ് പ്രായമായതിൻ്റെ ശേഷമാണ് സ്ത്രീകൾക്ക് അതുണ്ടാവുക. 9 വയസ്സിൻ്റെ 16 ദിവസത്തിൻ്റെ മുമ്പ് വന്നാൽ അതും ഹൈദാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ മുമ്പ് വരുന്നതൊന്നും ഹൈദ് രക്തങ്ങളല്ല. അപ്പോൾ 9 വയസ്സാകുന്നതിൻ്റെ 16, 15, 14 ദിവസങ്ങൾ അതിൻ്റെ ഉള്ളിലായി വരുന്ന രക്തങ്ങളും 9 വയസ്സിന് ശേഷം വരുന്ന രക്തങ്ങൾക്കുമാണ് ഹൈദ് എന്ന് പറയുകയുള്ളൂ. അതിനു മുമ്പ് വല്ല രക്തവും വന്നാൽ അത് ഹൈദുമായി യാതൊരു ബന്ധവുമില്ല. അത് രോഗരക്തം മാത്രമാണ്. അത് നിസ്കാരവുമായോ നോമ്പുമായൊന്നും ബാധിക്കുന്ന വിഷയമല്ല. അത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് രക്തവാർച്ചയായി പരിഗണിക്കപ്പെടുക എന്നല്ലാതെ അത് ഇതുമായി അതിന് ബന്ധം ഇല്ല. 9 വയസ്സിൻ്റെ ശേഷം വരുന്ന രക്തം അതുതന്നെ ഹൈലായി പരിഗണിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസം അഥവാ 24 മണിക്കൂർ വേണം. ഇവിടെ സ്ത്രീകൾക്ക് അറിയാത്ത, പൊതുവെ സ്ത്രീകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, 24 മണിക്കൂർ വേണം എന്ന് പറഞ്ഞാൽ അവർ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയത് രക്തം തുടങ്ങിയത് മുതൽക്ക് രക്തം നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം മൊത്തത്തിൽ 24 മണിക്കൂറോ അതിൽ കൂടുതലോ വേണം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ മസലയുള്ളത്. രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ കൂട്ടിയിട്ട് 24 മണിക്കൂറുണ്ടെങ്കിൽ മാത്രമേ അത് ഹൈലായി പരിഗണിക്കുകയുള്ളൂ. മനസ്സിലാകാൻ ഒന്നുകൂടി പറയാം. 1-ാം തീയതി രക്തം വരാൻ ആരംഭിച്ചു, രക്തം തീർന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം 4.5 ദിവസത്തോളം രക്തം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഹൈലായി പരിഗണിക്കുന്ന അവസ്ഥയാണ് സ്ത്രീകളിൽ ഉള്ളത്. എന്നാൽ അത് മാത്രം പോരാ. ഈ 1-ാം തീയതി രക്തം പുറപ്പെട്ട് 5-ാം തീയതി രക്തം തീരുന്നതിൻ്റെ ഇടയ്ക്ക് 4 ദിവസമുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് രക്തമില്ലാത്ത സമയങ്ങളും ചിലപ്പോൾ ഒരുപാടുണ്ടാകും.
എല്ലാ സമയത്തും രക്തം വന്നുകൊണ്ടിരിക്കണമെന്നല്ല, ചിലർക്ക് വരുമ്പോൾ എല്ലാ സമയത്തും വരും, അപ്പോൾ അതേതായാലും ഹൈലാണ്. അതേ സമയത്തിൽ ഒരു സ്ത്രീക്ക് രക്തം പുറപ്പെട്ടു, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിന്നു, പിന്നെ 2 മണിക്കൂർ വന്നപ്പോൾ കുറച്ചുകൂടി വന്നു, പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നിന്നു, പിന്നെ ഇടയ്ക്കിങ്ങനെ വരുന്നു നിൽക്കുന്നു, ഇങ്ങനെ 5-ാം തീയതി വരെ വന്നു, പിന്നെ വന്നതുമില്ല. അപ്പോൾ 4.5 ദിവസം അല്ലെ 5 ദിവസം അവിടെ ഉണ്ട്. പക്ഷേ 5 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ മാത്രമാണ് രക്തം വന്നത്. ആ വന്ന സമയങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആ രക്തം വന്ന ഈ 4.5 ദിവസത്തിലെയും രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ അതൊരു 20 മണിക്കൂറുള്ളൂ എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ സ്ത്രീക്ക് ഇപ്പോൾ ഹൈദ് ഉണ്ടായിട്ടില്ല. ആ സ്ത്രീ 5 ദിവസം നിസ്കാരം ഖളാ കൂട്ടണം. കാരണം രക്തം വന്ന സമയങ്ങൾ 24 മണിക്കൂറില്ല എന്നതാണ് കാരണം. രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ 24 മണിക്കൂർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഹൈദായി പരിഗണിക്കുക എന്നർത്ഥം. തുടങ്ങിയത് മുതൽ തീരുന്നതിൻ്റെ ഇടയ്ക്ക് രക്തം വന്നതും വരാത്തതുമായ സമയങ്ങളുടെ 24 മണിക്കൂറല്ല എന്നർത്ഥം. ഇനി അത് അധികരിച്ചത് 15 ദിവസമാണ്. 15 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹൈദാവുന്നില്ല. എന്നാൽ അവിടെ ഈ അധികരിച്ചത് 15 ദിവസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രക്തം വരുന്ന സമയമല്ല അതിന് പരിഗണിക്കുക. അതിന് വരുന്ന സമയം, ഇടയ്ക്കുള്ള സമയമൊക്കെ പരിഗണിക്കും. 1-ാം തീയതി രാവിലെ ആ രക്തം പുറപ്പെട്ടാൽ അത് 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി രാവിലെ ആകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ടൈമുകൾ, അത് രക്തം വന്നതും വരാത്തതും ഒക്കെയാണ് 15 ദിവസം കണക്കാക്കുക. നേരത്തെ പറഞ്ഞതുപോലെയല്ല ഈ അധികരിച്ചതിനെ കണക്കാക്കുന്നത്. അധികരിച്ചതിന് രക്തം വന്നതും വരാത്തതും ഒക്കെ സമയങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സമയങ്ങളാണ്. കുറഞ്ഞതാണെങ്കിലോ രക്തം വരുന്ന സമയങ്ങൾ കണക്ക് കൂട്ടിയിട്ട് 24 മണിക്കൂർ വേണം താനും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനതങ്ങനെ പ്രത്യേകം പറഞ്ഞത്. ഇനി ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും ഈ രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്തു. രക്തം പുറപ്പെട്ടു 15 ദിവസത്തിനുള്ളിൽ വന്ന സമയങ്ങൾ 1 മണിക്കൂറിലധികം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നാണ് രക്തം പുറപ്പെടാൻ ആരംഭിച്ചത് ആ സമയം മുതൽക്ക് ഇത് അവസാനിക്കുന്ന സമയത്തിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സമയങ്ങളും ഹൈദായി പരിഗണിക്കും. അപ്പോൾ 1-ാം തീയതി പുറപ്പെട്ടു, 14-ാം തീയതിയോ അല്ലെ 13-ാം തീയതിയാണ് നിന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, വേറെ സമയത്തൊന്നും രക്തങ്ങളില്ല. എന്നാൽ ഈ 14-ാം തീയതി ആണെങ്കിൽ ആ 14-ാം തീയതി വരെയുള്ള എല്ലാ ദിവസവും ഹൈദാണ്. അതിൽ പിന്നെ ഇടയ്ക്കുള്ള സമയം അല്ലാത്ത സമയമൊക്കെ ഹൈദാണ്. അതിൽ വരുന്ന സമയങ്ങൾ 1 മണിക്കൂർ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സമയവും ഹൈദ് സമയങ്ങളായിട്ട് പരിഗണിക്കുക. ആ കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ രക്തം തുടങ്ങിയത് മുതൽക്ക് തീരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങൾക്കിടയിൽ വരുന്ന രക്തങ്ങൾ അത് ഏത് രൂപത്തിലാണ് എന്ന് നോക്കേണ്ട പ്രശ്നം ഇല്ല. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്നതാണെങ്കിൽ അതിന് ഏത് രക്തമാണെങ്കിലും ശരി, അത് കലങ്ങിയ രക്തമാകാം, കറുത്ത രക്തമാകാം, ചുവന്ന രക്തമാകാം, അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതാകാം, ദുർഗന്ധമില്ലാത്തതാകാം, ഏത് രക്തമാണെങ്കിലും തുടങ്ങിയിട്ട് 15-ാം തീയതിൻ്റെ ഉള്ളിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രക്തങ്ങൾ എല്ലാ രക്തങ്ങളും ഹൈദായിട്ടാണ് പരിഗണിക്കുക. അതിന് കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പത്തെ മാസം, അതുപോലെ ചിലപ്പോൾ 10 വർഷമായിട്ട് ഹൈദ് ഉണ്ടാക്കുന്ന സ്ത്രീക്ക് 7 ദിവസം ഉണ്ടായിരുന്നത് 11-ാമത്തെ വർഷമായപ്പോൾ ആ വർഷത്തിൽ വന്നൊരു ഹൈദ് 10 ദിവസം വന്നു. എന്നാൽ ആ 10 ദിവസം ഹൈദ് തന്നെയാണ്. അതിൽ പിന്നെ വേറൊന്നും പരിഗണിക്കുന്ന വിഷയമില്ല. അതിന് മുമ്പത്തെ മാസത്തിൽ എന്തായിരുന്നു എന്നോ, ജീവിതത്തിൽ സ്ഥിരമായിട്ട് എന്തായിരുന്നു എന്നോ, വന്ന രക്തങ്ങൾ എന്തായിരുന്നു എന്നൊന്നും പരിഗണിക്കൂല. 15-ൻ്റെ ഉള്ളിൽ വന്നത് മുഴുവനും ഹൈദ് രക്തമായിട്ടാണ് പരിഗണിക്കുക. 15-ന് വിട്ടുകടന്നിട്ടില്ലെങ്കിൽ, 15-ന് വിട്ടു കടന്നാൽ അതിൻ്റെ മസാല മറ്റൊന്നാണ്. അത് ഇസ്തിഹാദത്ത് എന്ന് പറയും. അപ്പോൾ 15-ന് വിട്ട് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 15-ൻ്റെ ഉള്ളിലുള്ളത് തന്നെ ഹൈദല്ലാതെ വരും. 15-ന് മുമ്പ് നിന്നുപോയതിനെക്കുറിച്ചാണ് നമ്മൾ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഹൈദ് രക്തം തുടങ്ങിയത് മുതൽക്ക് തീരുന്നതിൻ്റെ ഇടയ്ക്ക് 1 ദിവസത്തെ 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. അതുപോലെ തുടങ്ങുന്നത് മുതൽ തീരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങൾ മൊത്തം കൂട്ടുമ്പോൾ അത് 15 ദിവസത്തിനേക്കാൾ കൂടാൻ പാടില്ല. 9 വയസ്സായതിന് ശേഷം പുറപ്പെടുന്നതായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിബന്ധനകൾ അപ്പുറത്തേക്ക് കടന്നാൽ, അഥവാ 15 ദിവസത്തിനേക്കാൾ കൂടുതൽ രക്തം വന്നു എന്ന് സങ്കല്പിക്കാം. ഉദാഹരണത്തിന് 1-ാം തീയതി തുടങ്ങി, ഇടയ്ക്ക് രക്തം വരുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു, അങ്ങനെ പോയി നമ്മൾ 15-ാം തീയതി ഉള്ളിൽ നിന്നൊക്കെ ഹൈദാവൂല വിചാരിച്ച് കാത്തുന്നു. പക്ഷേ 16-ാം തീയതി 17-ാം തീയതി വന്നപ്പോഴും രക്തം വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 3 വിഭാഗം സ്ത്രീകളുണ്ടാകും. ഒന്ന്, ഫസ്റ്റായി ഹൈദ് വരുന്ന സ്ത്രീക്കാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അതിൻ്റെ മസല ഒന്ന് പറയണം. രണ്ടാമത്, ആദ്യമായി ഹൈദ് ഉണ്ടായ സ്ത്രീ ആണ്, പിന്നെ ഇത് ഒന്നിലധികം പ്രാവശ്യം ഹൈദ്, ഒന്നിലധികമോ ഹൈദ് ഉണ്ടായതിന് ശേഷമാണ് ഈ പറയപ്പെട്ട 15-ൻ്റെ അപ്പുറത്തേക്ക് കടന്നതെങ്കിൽ അവർ മറ്റൊന്നാണ്. മറ്റൊരു സ്ത്രീ
അവർക്ക് ഈ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പ്, പക്ഷെ മുമ്പത്തെ എത്രയെന്ന് അറിയില്ല. മുമ്പ് ഹൈദ് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര ദിവസമാണ് ഉണ്ടാവുമെന്ന് അറിയാത്ത സ്ത്രീകളാണ്. ഇങ്ങനെ പല ഐറ്റം സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്ത്രീയെ നമുക്ക് ആദ്യം വിശദീകരിക്കാം. ഒന്നാമത്തെ സ്ത്രീക്ക് മുബ്തദിയത്ത് എന്നാണ് കിതാബുകൾ പറയാം, അഥവാ തുടങ്ങുന്ന സ്ത്രീ, ആദ്യമായിട്ട് ഹൈദുണ്ടാക്കുന്ന സ്ത്രീ. ആ സ്ത്രീക്ക് ആദ്യമായിട്ട് ഹൈദുണ്ടായി, അങ്ങനെ രക്തം പുറപ്പെട്ടു കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അത് 15 ദിവസവും കഴിഞ്ഞ് പിന്നെയും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ നിരന്തരം വരുന്നു, അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്ന സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ഈ രക്തം വന്ന ആ രക്തങ്ങളെക്കുറിച്ച് ഒരു പരിശോധന നടത്തിയതുകൊണ്ട്, പരിശോധന ആദ്യം തന്നെ നോക്കി വെക്കണം, എന്നാലിപ്പോൾ അത് അറിയുള്ളൂ. കാരണം പിന്നെ അപ്പുറം കടന്നതിന് ശേഷം പിന്നെ പരിശോധിക്കാൻ സാധനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ ഒന്നായിട്ട് വന്ന രക്തങ്ങളിൽ ഏതാണോ ശക്തമായ രക്തമെങ്കിൽ ആ ശക്തമായ രക്തമാണ് ഹൈദായിട്ട് പരിഗണിക്കുക. ശക്തമായത് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് അതിൻ്റെ കളർ കൊണ്ട് പരിഗണിക്കുന്നുണ്ട്, അതിൻ്റെ ദുർഗന്ധം കൊണ്ട് പരിഗണിക്കുന്നുണ്ട്, വാസന കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. ദുർഗന്ധമുള്ളത്, ദുർഗന്ധമില്ലാത്തത് വന്നാൽ ദുർഗന്ധമുള്ളതാണ് ശക്തമായതായിട്ട് പരിഗണിക്കുക. അതുപോലെ കളർ വരികയാണെങ്കിൽ കറുത്ത രക്തവും ചുവപ്പ് രക്തവും ഉണ്ടെങ്കിൽ കറുത്ത രക്തമാണ് ശക്തമായതായി പരിഗണിക്കുക. ഇനി ചുവപ്പും മഞ്ഞയുമാണെങ്കിൽ അവിടെ ചുവപ്പിനെയാണ് പരിഗണിക്കുക. ഇങ്ങനെ രക്തങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്നൊരു പരിശോധന ആവശ്യമാണ്. അഥവാ സ്ത്രീയെ കൊണ്ട് ആ സ്ത്രീ തന്നെ ആ കാര്യങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. രക്തങ്ങളെ കൊണ്ടുള്ള പരിശോധനയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ രക്തം വരുന്നതിൽ ശക്തമായത് ഏതാണ് എന്ന് നോക്കണം. ശക്തമായത് ഏതാണോ അതാണ് ഹൈദായി പരിഗണിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞ ഹൈദിന് നിബന്ധനകളൊക്കെ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 1-ാം തീയതി സ്ത്രീക്ക് രക്തം പുറപ്പെടാൻ ആരംഭിച്ചു. രക്തം പുറപ്പെടാൻ തുടങ്ങിയിട്ട് പിന്നെ 15-ാം തീയതി കഴിഞ്ഞ് രക്തം പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ 15-ാം തീയതിൻ്റെ ഉള്ളിലുള്ളത് നോക്കണം കേട്ടോ. ആ 15 വരെയുള്ളത് മുഴുവനായതും അവിടെ നിന്ന് അങ്ങോട്ട് നോക്കാമെന്നല്ല, ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആദ്യത്തെ 15 ഏതായാലും ഹൈദ് തന്നെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ബാക്കി നോക്കേണ്ടത് എന്നല്ല. അത് തെറ്റാണ്. മറിച്ച് 15 വിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ 1 മുതൽക്ക് തന്നെ മൊത്തമുള്ളതിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ 1-ാം തീയതി അവൾക്ക് 1-ാം തീയതിയിൽ 3-ാം തീയതി വന്നത് ഒരു ചുവന്ന രക്തമാണ് സങ്കല്പിക്കുക. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ചുവന്ന രക്തമാണ്. 3-ാം തീയതി അത് കറുത്ത രക്തമായി. പിന്നെ 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ കറുത്ത രക്തമാണ് വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ചുവന്ന രക്തമാണ് വന്നത്. എന്നാൽ ഈ 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള 7 ദിവസമാണ് ഹൈദാകുക. 1 മുതൽ 3 വരെയുള്ള ദിവസം ഹൈദല്ല, 10ന്റെ ശേഷമുള്ളതും ഹൈദല്ല. ഈ ഇടക്ക് വന്ന കട്ടിയുള്ള രക്തം വന്ന കറുപ്പ് രക്തം വന്ന അതാണ് ഹൈദായി പരിഗണിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അത് പല ഉദാഹരണങ്ങളാകാം. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ദുർഗന്ധമുള്ളത് വന്നു, ആദ്യം തന്നെ ആകാം. ചിലപ്പോൾ അത് ഭൂരിഭാഗം അങ്ങനെ ഉണ്ടാകുക. ആദ്യത്തിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നല്ല ദുർഗന്ധമുള്ള രക്തമായിരുന്നു. പിന്നീട് രക്തത്തിൻ്റെ ദുർഗന്ധങ്ങൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അങ്ങനെ പോയി 15-ാം തീയതി അപ്പുറം കടന്നാൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി മാത്രമാണ് ഹൈദായിട്ട് പരിഗണിക്കുക. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇസ്തിഹാദത്തായിട്ടാണ് പരിഗണിക്കുക. ഇസ്തിഹാദത്ത് പറഞ്ഞാൽ രോഗരക്തമാണ്. അപ്പോൾ അത് മൂത്രവാർച്ച പോലെ തന്നെ ഒരു വാർച്ചക്കാരെ പോലെയാണ്. ആ നിസ്കാരക്കാൻ മുമ്പ് കഴിഞ്ഞു പോയതിന് കള്ളാ കൂട്ടുകയും ഇനി അവിടെ നിന്നുള്ള നിസ്കാരമൊക്കെ കഴുകി വൃത്തിയാക്കി സമയങ്ങൾ വെച്ചിട്ട് നിസ്കരിക്കുകയാണ്. ഇൻഷാല്ലാഹ് അത് പിന്നീട് പറയാം. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കട്ടിയുള്ള രക്തം അത് ഹൈദായി പരിഗണിക്കണമെങ്കിൽ അതിനും നേരത്തെ പറഞ്ഞ ഹൈദിൻ്റെ നിബന്ധന പാലിക്കണം. ഹൈദിൻ്റെ നിബന്ധന എന്താണ്? ഹൈദിൻ്റെ നിബന്ധന നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂർ നമ്മൾ പറഞ്ഞ നേരത്തെ 24 മണിക്കൂറുണ്ടല്ലോ, ആ 24 മണിക്കൂറിനേക്കാൾ കൂടുതൽ സമയം ഈ കട്ടിയുള്ള രക്തം വരണം. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? മഞ്ഞ രക്തമോ ചുവപ്പ് രക്തമോ വന്നു. പിന്നെ 3-ാം തീയതി 10-ാം തീയതി വരെ കട്ടിയുള്ള രക്തം വന്നു. ഇടയ്ക്കിടയ്ക്കാണ് കട്ടിയുള്ള വന്നത്. ആ വന്ന സമയങ്ങൾ നമ്മളിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂറിൽ അധികം വേണം എന്നർത്ഥം. ആ വന്ന സമയങ്ങൾ 24 മണിക്കൂറിനാൽ കുറവാണെങ്കിൽ പിന്നെ അത് ഹൈദായി പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഹൈദ് 24 മണിക്കൂർ, ആ 24 മണിക്കൂറിനേക്കാൾ കൂടുതൽ വേണമല്ലോ, അപ്പോഴേ ഹൈദായി പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് 15 ദിവസത്തേക്കാൾ കൂടാനും പാടില്ല. ഇത് കട്ടിയുള്ള രക്തം ഒരാൾക്ക് കട്ടിയുള്ള രക്തം ഇങ്ങനെ വന്നിട്ട് ഒരു സ്ത്രീക്ക് അത് ഒരു 18 ദിവസം കറുത്ത രക്തം തന്നെ വന്നു, പിന്നെ അത് ചുവപ്പും വന്നു. എന്നാൽ ഈ 18 ദിവസം ഹൈദാണെന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഈ 18 ദിവസം എന്താണ് ആ സ്ത്രീക്ക് പിന്നെ ഹൈദാകാൻ പാടില്ലല്ലോ. പരമാവധി 15 ദിവസമല്ലേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈദായി പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ ഇത് ഏത് രൂപത്തിൽ വന്നാലും ഈ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെടണം. നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെടണം. അതാ 24 മണിക്കൂർ അധികം ഉണ്ടാവുകയും അത് ഗ്യാപ്പില്ലാതെ രക്തം വരുന്ന സമയമാണ് നോക്കുക. രക്തം വരാത്ത ഗ്യാപ്പുകളൊക്കെ നോക്കിയിട്ടുള്ള സമയങ്ങൾ പരിഗണിച്ചാൽ അത് 15 ദിവസത്തിൽ കൂടാതിരിക്കുകയും ചെയ്യുകയും അതിൽ ഒന്ന് കട്ടിയുള്ളതാവുകയും ചെയ്താൽ ആ കട്ടിയുള്ളതാണ് ശക്തിയുള്ളത്. കട്ടിയുള്ളത് പറഞ്ഞാൽ
നേരത്തെ പറഞ്ഞ ദുർഗന്ധം കൊണ്ടാകാം, കളർ കൊണ്ടാകാം, മറ്റുകൊണ്ടാകാം. ഇങ്ങനൊരു വേർതിരിവുണ്ടെങ്കിൽ ആ വേർതിരിവാണ് അവിടെ പരിഗണിക്കപ്പെടുക. ആ വേർതിരിവുള്ള അതിൽ ശക്തമായത് ഏതാണോ അതാണ് ഹൈലായി പരിഗണിക്കപ്പെടുക. അത് ഹൈലായി പരിഗണിക്കപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാദത്താണ്. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ അതിന് രോഗരക്തം എന്ന് നമുക്ക് പറയാം, അതൊരിക്കലും ഹൈലല്ല. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15 വിട്ട് കിടന്ന് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറേ അതിൻ്റെ ഉള്ളിൽ 15ൻ്റെ ഉള്ളിലുള്ള സമയങ്ങൾ തന്നെ കുറേ ഇസ്തിഹാദത്തായിട്ട് വരുന്നുണ്ടാവും. ആ വന്ന സമയത്തുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ ഇനി ഖളാ കൂട്ടണം. അതിപ്പോൾ വീട്ടിക്കോളന്നില്ല, രോഗമൊക്കെ മാറിയ ശേഷം കൂട്ടിയാൽ മതി. പക്ഷേ ഇത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഇസ്തിഹാദത്തിൽ പെട്ടതാണെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരങ്ങളൊക്കെ സമയാസമയങ്ങൾ നമ്മൾ നിർവഹിക്കണം. അതിനെന്താ ചെയ്യാം? അത് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മളവിടെ കഴുകി പഞ്ഞൊക്കെ വെച്ച് കെട്ടി വുദൂ ചെയ്ത് ഉടനെ തന്നെ നിസ്കരിക്കുക. അങ്ങനെ എല്ലാ നിസ്കാരവും സമയങ്ങൾ നിർവഹിക്കപ്പെടണം. കാരണം അത് ഹൈദല്ല. പല സ്ത്രീകളും 16ഉം 17 ദിവസങ്ങളും 20 ദിവസമൊക്കെ ഹൈലായി ചിലപ്പോൾ കണക്കാക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. അത് രക്തവിന്യാസം മുഴുവൻ ഹൈലായിട്ട് കൂട്ടി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഹലായുടെ കിടക്കുന്നുണ്ടാവും. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ മാത്രം ഇത്തരം വേർതിരിവുകൾ നോക്കുകയും 15 ദിവസത്തിൻ്റെ ഉള്ളിലുള്ളതിൽ വേർതിരിവ് നോക്കാതിരിക്കുകയും അത് മൊത്തം ഹൈലായി പരിഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതും അപകടകരമാണ്. അതും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സ്ത്രീ മുബത്തദിയത്ത് തുടങ്ങിയ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മസലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ വേർതിരിവ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞത്. ഈ വേർതിരിവ് ഇല്ല എന്ന് വെക്കുക, ഒരേ രക്തം തന്നെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങുന്ന സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ഒരേ രക്തം ഒരേ മാതിരി വരികയാണ്, വേർതിരിവില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില വേർതിരിവുകളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ നിബന്ധനകൾ വെക്കണില്ല. ഒരു ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ കട്ടിയുള്ള രക്തം കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരൊറ്റ ദിവസം ഹൈലായി പരിഗണിക്കും. 1-ാം തീയതി തുടങ്ങിയതാണെങ്കിൽ 1-ാം തീയതി 10 മണിക്ക് തുടങ്ങിയാൽ 2-ാം തീയതി 10 മണി വരെയുള്ള ഹൈല്, ബാക്കി മുഴുവൻ ഇസ്തിഹാദത്ത്. ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള വേർതിരിവ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം മാത്രമാണ് ഹൈലായിട്ട് പരിഗണിക്കുക. ബാക്കിയുള്ളത് മുഴുവൻ ഇസ്തിഹാദത്താണ്. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ നിസ്കാരങ്ങൾ മുഴുവനും അവർ മടക്കി നിസ്കരിക്കേണ്ട, ഖളാ കൂട്ടണം. ഇതുവരെയുള്ളത് ഈ 15 കഴിയുന്നവരെയുള്ളത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കുകയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടി നിസ്കരിക്കണം. ഇങ്ങനെയാണ് ഈ സ്ത്രീകളുടെ നിയമങ്ങൾ ഉണ്ടാവുക. തുടങ്ങുന്ന സ്ത്രീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി തുടങ്ങുന്ന സ്ത്രീയല്ല, ആദ്യം ഹൈദ് ഉണ്ടായിരുന്നു, അന്നൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത സ്ത്രീയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു, ഈ 15ൻ്റെ അപ്പുറത്തേക്ക് രക്തം വന്നിരിക്കുന്നു. അങ്ങനത്തെ സ്ത്രീയാണെങ്കിൽ അവരെ കുറിച്ചാണ് മുഅ്താദത്ത് എന്ന് പറയാം. മുഅ്താദത്ത് എന്ന് പറഞ്ഞാൽ പതിവായിട്ട് അങ്ങനെ രക്തമുണ്ടായ സ്ത്രീകളാണ്. അതിന് കുറേ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ ആദ്യം ഉണ്ടായാലും മതി. ആദ്യം ഒരൊറ്റ ആയതുണ്ടായ സ്ത്രീയാണ്. ആ സ്ത്രീക്ക് പിന്നെ രണ്ടാമത് ആയതുണ്ടായപ്പോഴാണ് ഓർഡർ തെറ്റി ഈ 15ന് അപ്പുറത്തേക്ക് കടന്നത്. എന്നാലും അവൾ മുഅ്താദത്താണ്. മുഅ്താദത്തിൻ്റെ പരിധിയിലാണ് അവൾ വരിക എന്നർത്ഥം. അപ്പോൾ ആദത്തുള്ള പെണ്ണാണ്. ഈ സ്ത്രീ ആണെങ്കിലും ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ രക്തങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടെങ്കിൽ ആ വേർതിരിവ് തന്നെയാണ് അവിടെയും പരിഗണിക്കുക. രക്തങ്ങൾക്കിടയിൽ ശക്തമായ രക്തമുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ ഒരു ദിവസത്തിലധികം ഉണ്ടാവുകയും 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും ചെയ്താൽ അത് ഹൈലായി പരിഗണിക്കും. അതല്ല, അങ്ങനെ അല്ല വരുന്നത് എങ്കിൽ അതിനെ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കും, നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഒരു മസല പറഞ്ഞു. തുടങ്ങുന്ന സ്ത്രീക്കാണെങ്കിൽ ഈ വേർതിരിവില്ലെങ്കിൽ, തുടങ്ങുന്ന സ്ത്രീക്കാണെങ്കിൽ ഒരൊറ്റ ദിവസം ഹൈദ്, ബാക്കി മുഴുവൻ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞല്ലോ. അതിന് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവർക്ക് ഈ പറയപ്പെട്ട വേർതിരിവുകൾ ഇല്ലെങ്കിൽ, നിബന്ധനകളൊത്ത വേർതിരിവുകൾ ഇല്ലാത്ത സ്ത്രീയാണെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പത്തെ ഹൈദ് എത്ര ദിവസമായിരുന്നോ അത്ര ദിവസവും ആ സമയമാണ് ഹൈദായിട്ട് പരിഗണിക്കുക. ആദ്യം തൊട്ടു മുമ്പത്തെ ഹൈദ് 5 ദിവസമായിരുന്നെങ്കിൽ 5 ദിവസം ഹൈദായി പരിഗണിക്കും. ബാക്കിയുള്ളത് ഇസ്തിഹാദത്താവും, ഒരു ദിവസമല്ല വരിക. അതിന് തൊട്ടു മുമ്പത്തേത് അവൾക്ക് 7 ദിവസമാണെങ്കിൽ 7 ദിവസം പരിഗണിക്കുക. അപ്പോൾ അവർ കുറേ വട്ടം ഹൈദുണ്ടായ പെണ്ണാണ്. ആദ്യം 5 ദിവസമായിരുന്നു, പിന്നെ 7 ദിവസമായി, പിന്നെ 8 ദിവസം, ഇങ്ങനെ വ്യത്യാസമായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തതാണ് പരിഗണിക്കുക. തൊട്ട് മുമ്പുള്ളത് എത്രയാണ് അതാണ് പരിഗണിക്കുക. തൊട്ട് മുമ്പുള്ളത് അത് 5 ദിവസമോ 7 ദിവസമോ 15ൻ്റെ ചൂടായിരിക്കുമല്ലോ, എത്ര ദിവസമാണെങ്കിൽ അത്ര ദിവസം ഇതിൽ നിന്നും അവർക്ക് ഹൈദായി പരിഗണിക്കും. ബാക്കിയുള്ളത് ഇസ്തിഹാദത്താവും. ഇങ്ങനെ പരിഗണിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണം? വേർതിരിവില്ലാതിരിക്കണം, തമ്മീസ് ഇല്ലാതിരിക്കണം. വേർതിരിവുണ്ടെങ്കിൽ അതുതന്നെയാണ് പരിഗണിക്കുക, ഈ പതിവല്ല പരിഗണിക്കുക. തുടങ്ങുന്ന സ്ത്രീക്ക് പറഞ്ഞതുപോലെയുള്ള ആ വിശദീകരണങ്ങളൊക്കെ ഈ സ്ത്രീക്കും ബാധകമാണ്, അഥവാ ആദ്യം ഹൈദുണ്ടായ സ്ത്രീക്കും ബാധകമാണ്. എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞു വേർതിരിവില്ലെങ്കിൽ ഒരു ദിവസം ഹൈദും ബാക്കി മുഴുവൻ ഇസ്തിഹാദത്തും. അത് ഇവിടെ അല്ല. വേർതിരിവില്ലെങ്കിൽ ഇവിടെ തൊട്ട് മുമ്പത്തത് എത്രയാണോ
അത്രയാണ് ഹൈലായി പരിഗണിക്കുക. തൊട്ട് മുമ്പത്തെ മാസത്തിൽ എത്രയാണോ മാസം എന്നൊരു ഉദാഹരണം, അതിന് മുമ്പ് 2 മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വെക്കുക, അങ്ങനെയാണ് പരിഗണിക്കുക എന്നർത്ഥം. ഇനി അങ്ങനെ മുമ്പത്തെ മാസത്തെ എത്രയെന്ന് അറിയാത്ത സ്ത്രീകളുണ്ടാകാം, മുമ്പത്തെ മാസം എത്രയെന്ന് അറിയില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകാം. അതുപോലെ ആണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മസലകളും മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായി പറയാം. അതുപോലെ തന്നെ ഇതിനെ കണക്ക് ഓർമ്മയില്ലാത്ത സ്ത്രീകൾ, എത്ര സ്ത്രീകളെക്കുറിച്ച് ഉള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആഫിയത്തും അല്ലാഹു തആല നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.